എവരിവൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അലിറ്റമിസ് ആണ്. അപ്പം മക്കളെ, നമ്മൾ കാത്തിരുന്നത് പോലെ നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ഇതാ ഇങ്ങെത്തി. അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് കോൺസെപ്റ്റുകളും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങളെ സഹായിക്കാനായിട്ട് ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പം മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഓരോ ചോദ്യങ്ങളും സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. തെറ്റിപ്പോയാൽ അത് തിരുത്തി പഠിക്കാൻ മറന്നു പോരുത്. അപ്പം നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, എല്ലാവരും നോക്കിക്കോളൂ. താഴെ പറയുന്ന രോഗങ്ങളെ പകർച്ചവ്യാധികൾ അല്ലാത്തത് എന്നിങ്ങനെ തരംതിരിക്കൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ഈ ബോക്സിൽ ചില രോഗങ്ങളുടെ പേരുകളാണ് മക്കൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇവയെ പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ അല്ലാത്തത് എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കണം. രണ്ടാമത്തെ ചോദ്യം, ഇതിൽ രോഗകാരികൾ എന്തൊക്കെയാണ്? അതുപോലെ കൊതുക് പെരുകുന്നത് തടയാൻ സഹായിക്കുന്ന ഏതെങ്കിലും രണ്ട് വഴികൾ എഴുതുക. അപ്പൊ ചോദ്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലാസിഫൈ ദ ഫോളോയിങ് ഡിസീസസ് ഇൻടു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലുള്ള രോഗങ്ങൾ നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ പാത്തോജൻസ്? ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ways to prevent mosquito breeding. ഓക്കെ, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകർച്ചവ്യാധികൾ അല്ലാത്തത്. എന്താണ് ശരിക്കും പകർച്ചവ്യാധികൾ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന പകർച്ചവ്യാധികൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ബോക്സിലുള്ളതിനെ തരംതിരിക്കണം. അപ്പൊ ഇവിടെ മിസ് കുറച്ച് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനും അല്ലാത്തതുമായിട്ട് രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓരോ രോഗങ്ങളും ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്തായിരുന്നു പാത്തോജൻ അല്ലെങ്കിൽ എന്തായിരുന്നു രോഗകാരികൾ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഈ പകർച്ചവ്യാധികൾക്ക് കാരണം എന്താണ്? നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ചില മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ചില സൂക്ഷ്മജീവികളാണ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇവയൊക്കെ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മജീവികളാണ്. അപ്പൊ ഇവയൊക്കെയാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാനുള്ള കാരണം. അപ്പൊ അവയെ നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കുന്നതാണ് മക്കളെ രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പം കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാവുന്നത്. രോഗങ്ങൾക്ക് കാരണമാവുന്നതിനാലാണ് ഇവയെ രോഗകാരികൾ എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ദ മൈക്രോ organism like bacteria, virus and fungi that cannot be seen by our naked eye and they are called pathogen because they cause diseases. Okay, ഇനി അതിന്റെ കൂടെ ഉണ്ടായിരുന്ന സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ മൊസ്കിറ്റോ ബ്രീഡിംഗ്. അത് തടയാനായിട്ടുള്ള ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതാനായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാൻ വേണ്ടി പറ്റും? ഡു നോട്ട് ലെറ്റ് വാട്ടർ സ്റ്റാഗ്നന്റ് എനിവെയർ, അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൊസ്കിറ്റോ നെറ്റ്, അതായത് കൊതുക് വല നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കവർ ദ എയർ പൈപ്പ് വിത്ത് സെപ്റ്റിക് ടാങ്ക്. ഓക്കെ, അതായത് സെപ്റ്റിക് ടാങ്കിന്റെ എയർ പൈപ്പ് മൂടി വെക്കുക. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇത് 3ഉം ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇനി നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ വായിച്ചു നോക്കിക്കോ. വിട്ടുപോയത് പൂരിപ്പിക്കുക. നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? നമ്മള് ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ആൻലൈൻ ലേസ്വിംഗ്, ആ ഒരു തുമ്പി പോലുള്ള പ്രാണിയുടെ ലൈഫ് സൈക്കിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടില്ല. ചില കാര്യങ്ങൾ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയത് പൂരിപ്പിക്കണം. ഏതൊക്കെയാണ് വിട്ടുപോയത്? എ, അതുപോലെ തന്നെ ബി. അപ്പം ഈ നമുക്കറിയാം, ഇതാണ് നമ്മുടെ ജീവി ആൻലൈൻ ലേസ്വിംഗ്. അതിന്റെ ഈ എ എന്ന് പറയുന്ന ഭാഗം എന്താണ്? അതിന്റെ എഗ്ഗാണ് അല്ലെങ്കിൽ മുട്ടയാണ്. അതുപോലെ തന്നെ മുട്ട വിരിഞ്ഞുണ്ടാവുന്നതാണ് ലാർവ സ്റ്റേജിലുള്ള കുഴിയാന എന്ന് പറയുന്നത്. പിന്നെ ബി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് പ്യൂപ്പ സ്റ്റേജ്. അപ്പൊ എയും ബിയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡസ് ദ ആൻലൈൻ ഹാച്ച്ഡ് ഫ്രം ദി എഗ് ലുക്ക് ലൈക്ക് ഇറ്റ്സ് പാരന്റ് ക്രിയേച്ചർ? വാട്ട് ആർ ദ ഫർദർ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ആൻലൈൻ? അതായത് മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഴിയാനയ്ക്ക് അതിന്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ? സാദൃശ്യം ഇല്ല. കാരണം കുഴിയാനയും അതിന്റെ മാതാവ് അല്ലെങ്കിൽ അതിന്റെ അമ്മയായ ആൻലൈൻ ലേസ്വിങ്ങും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതിന് യാതൊരുവിധ രൂപസാദൃശ്യം അവർക്കില്ല. കുഴിയാനയ്ക്ക് പിന്നീടുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? കുഴിയാന പിന്നീട് എന്താണ്? പ്യൂപ്പ സ്റ്റേജിലൂടെ കടന്ന് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നിട്ട് തന്റെ മാതൃജീവിയായ ആൻലൈൻ ലേസ്വിങ്ങിനോട് സാദൃശ്യമുള്ള രൂപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മെറ്റമോർഫോസിസ്?
അതിന് കുറച്ച് എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. നമ്മുടെ പൂമ്പാറ്റയ്ക്ക് ഇതുപോലെ മെറ്റമോർഫോസിസ് നടക്കുന്നുണ്ട്. ഫ്രോഗ് തവളയ്ക്ക് ഇതുപോലെ മെറ്റമോർഫോസിസ് നടക്കുന്നുണ്ട്. പൂമ്പാറ്റയുടെ കേസിൽ പറയുവാണെങ്കിൽ പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്നത് പുഴുവാണ് പിന്നീട് പല സൈക്കിളിലൂടെ മാറി 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 അവസാനം പൂമ്പാറ്റ പോലെ ആവുന്നത്. അതുപോലെ തന്നെ ഫ്രോഗിന്റെ കേസ് പറയുവാണെങ്കിൽ ഫ്രോഗ് മുട്ട വിരിഞ്ഞുണ്ടാവുന്നത് എന്താണ്? നമ്മുടെ വാൽമാക്രിയാണ്, ടാഡ്പോളാണ്. ഈ ടാഡ്പോൾ എന്ന് പറയുന്നത് ഫ്രോഗുമായിട്ട് ഒരു രൂപസാദൃശ്യവും ഇല്ല. പിന്നീട് ഈ ടാഡ്പോളാണ് പല പല സ്റ്റേജിലൂടെ മാറിയിട്ട് തവളയായിട്ട് മാറുന്നത്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മക്കള് നിർബന്ധമായും പഠിച്ചു വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? യെസ്, എക്സാം എഴുതുന്നതിന് പോവാനായിട്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മാമൽസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി മിസ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ 5ാം ക്ലാസ് കഴിഞ്ഞ് നമ്മളിനി 6ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ 5ാം ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ നമ്മുടെ പൃഥ്വി ബാച്ചിൽ ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളിയാക്കുന്നതിന് വേണ്ടി സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിന്റെ പേരാണ് മക്കളെ വജ്ര ബാച്ച്. അപ്പൊ ഈ വജ്ര ബാച്ചിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തേക്ക് 2499 രൂപയാണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ലൈവ് റെക്കോർഡ് സെക്ഷൻസും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് ഈ ഒരു അഡ്മിഷൻ എടുക്കുക, ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടി ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക, 5ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.